ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു തക്കാളി പെരട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ തക്കാളി പെരട്ട് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 4 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഈ കടായിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ഉലുവയാണ്, മുഴുവൻ ഉലുവയാണ്. കൂടെ തന്നെ ഒരു 5 വെളുത്തുള്ളി കൂടി, ഒരു 5-6 വെളുത്തുള്ളി കൂടി ചേർക്കുകയാണ്. ചെറിയ വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ 5-6 വെളുത്തുള്ളി, വലുതാണെന്നുണ്ടെങ്കിൽ ഒരു 3 വെളുത്തുള്ളി വലിയ മതിയാവും. ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ ഉലുവയുടെ കളറൊക്കെ മാറിയിട്ട് നല്ലൊരു ബ്രൗൺ കളർ വരണം. അത്രയും സമയം വരെയും ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതുപോലെ അതിൻ്റെ ഉലുവയുടെ കളറൊക്കെ ഒന്ന് ബ്രൗൺ കളറായിട്ട് വരുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർക്കാം. തക്കാളി ചേർത്തിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ തക്കാളി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് മാത്രം ഒന്ന് വഴറ്റിയാൽ മതിയാവും. തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടണം. ഇതിൻ്റെ പുറത്തുള്ള ആ സ്കിന്നൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് കുഴഞ്ഞിട്ട് കിട്ടണം. അത്രയും മാത്രം മതിയാവും. ഒരു 2 മിനിറ്റ് അതിൽ കൂടുതൽ നമ്മൾ വഴറ്റേണ്ട ആവശ്യമേ ഇല്ല. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടിയിട്ട് കുഴഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ ഈ ചൂടൊന്ന് മാറിയിട്ട് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ പെരട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കടുകിൻ്റെ കൂടെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ കറുത്ത എള്ള് കൂടിയാണ്. അപ്പോൾ ഈ എള്ളില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല, ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്തേക്കണം. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ചെറുതായിട്ട് ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തതാണ്. അപ്പോൾ അതുകൂടി ചേർക്കുകയാണ്. കൂടെ തന്നെ ഒരു പച്ചമുളക്, ഒരു വലിയ പച്ചമുളകിൽ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു സവാളയാണ്. ഒരു മീഡിയം സൈസിലെ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ സവാള ചേർത്തിട്ട് ഒരുപാട് സമയമൊന്നും വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് കുഴഞ്ഞിട്ട് കിട്ടിയാൽ മാത്രം മതിയാവും. സവാളയുടെയൊക്കെ ആ ഒരു പച്ച മണമൊക്കെ മാറിയിട്ട് ചെറുതായിട്ടൊരു ലൈറ്റ് കളറൊക്കെ വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് നമ്മുടെ മസാലകൾ ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മസാലകൾ മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ്. മുളക് പൊടിയുടെ കൂടെ തന്നെ പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചത് കൂടിയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ ഈ മസാലയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ മാത്രം നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു 30 സെക്കൻഡ് വഴറ്റി കൊടുത്ത് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി പേസ്റ്റ് കൂടി ചേർക്കാം. അതിനുശേഷം വീണ്ടും നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുമ്പോഴത്തേക്കും അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ കളറിൽ ഒന്ന് വരും. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമുക്കിത് എടുക്കാവുന്നേ ഉള്ളൂ. അതല്ല നമുക്ക് കുറച്ചുകൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ എടുക്കാം. അപ്പോൾ ഇത്രയും ആയി കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് ഫൈനലി ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മല്ലിയില കൂടിയാണ്. അപ്പം മല്ലിയിലയും
ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. അപ്പോൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒരു പകുതി നാരങ്ങാ നീര് കൂടി. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യാതെ ഒന്ന് ചേർത്തേക്കണം. അപ്പോഴാണ് എൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് നല്ലതുപോലെ ഇഷ്ടമാവും. ഒരു പ്രത്യേക വെറൈറ്റി ടേസ്റ്റിലുള്ള തക്കാളി പെരട്ടാണ്. നമുക്കിത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാവുന്നേ ഉള്ളൂ. ദോശയുടെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒന്നാണിത്. ഒരു തവണ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയാൽ പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് തയ്യാറാക്കി നോക്കും. അപ്പം ട്രൈ ചെയ്ത് നോക്കുന്നത് എല്ലാവരും ഫീഡ്ബാക്ക് തന്നെ മറക്കാതെ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.